ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ഇന്ന് അഗെയിൻ നമ്മളുടെ കേരള സെറ്റ് എക്സാം 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് ഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ നമ്മൾ ഇന്ന് കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ആണ് പഠിക്കുന്നത്. കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അതൊരു ചെറിയ ടോപ്പിക് ആണല്ലോ എന്ന് വിചാരിക്കരുത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 അടുത്ത ദിവസമായിരിക്കും വരുന്നതായിരിക്കും. കാരണം ഒത്തിരി അധികം നമ്മൾക്ക് അറിയുന്നതും അറിയില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബ്ലഡിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അറിയാം എന്ന് വിചാരിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യലി ബ്ലഡിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ഐഡിയ. ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാരണം ബ്ലഡ് നമ്മളുടെ ഒരു ബോഡി ഫ്ലൂയിഡ് അല്ലേ, ഫ്ലൂയിഡ് നേച്ചറിലുള്ള ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ അതിനെ ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കാൻ കാരണം, ഒരു ടിഷ്യൂ എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അവർക്ക് എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. ബ്ലഡിലും കുറേ സെൽസ് കാണാം. അവരെല്ലാവരും ഗ്രൂപ്പായിട്ട് പല പല ഫങ്ഷൻസ് ചെയ്യുന്നവരാണ്. അത് മാത്രമല്ല, നമ്മളുടെ ബോഡിയുടെ പല പാർട്സിനെയും കണക്ട് ചെയ്യുന്നത് ബ്ലഡാണ് അല്ലേ. ഹാർട്ടിൽ നിന്ന് അത് ബ്രെയിനിലെത്തുന്നുണ്ട്, ബ്രെയിനിൽ നിന്ന് കാലുകളിലെത്തുന്നുണ്ട്, കാലുകളിൽ നിന്ന് തിരിച്ചു ഹാർട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി കോർണർ, നമ്മുടെ ബോഡിയുടെ ഈച്ച് ആൻഡ് എവറി കോർണറിൽ അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നടക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ പാർട്സിനെ അല്ലെങ്കിൽ ഓർഗൻസിനെ ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനൊരു കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ള പേരിൽ വിളിക്കുന്നുണ്ടായിരിക്കാം. പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രെയിനും കാലും തമ്മിലുള്ളൊരു കണക്ഷൻ അത് സാധ്യമാകുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെ ക്യാരി ചെയ്യണം. ബ്രെയിനിൽ നിന്ന് ആ ഹോർമോൺസ് വരുന്നത് മേ ബി ത്രൂ ബ്ലഡ് ആയിരിക്കും, മേ ബി അല്ല, ഇറ്റ്സ് ത്രൂ ബ്ലഡ്. അത് ഇപ്പോൾ ഹോർമോൺസ് മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ബോഡിയിലുള്ള ഓർഗൻസിൻ്റെ ഇടയിലൊക്കെ സാധ്യമാക്കുന്നത് അത് ബ്ലഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് നമ്മളുടെ ബോഡി വെയ്റ്റിൻ്റെ 7% വരുന്നത് ബ്ലഡാണ്. അപ്പോൾ നമ്മൾക്കൊരു 100 കിലോ ഭാരം ഉണ്ടെങ്കിൽ അതിൽ 7% എന്ത് തന്നെയാണ്? അത് ബ്ലഡ് തന്നെയാണ്. പിടികിട്ടിയോ? അപ്പോൾ ഒരു 72 കിലോഗ്രാം ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഏകദേശം 5.6 ലിറ്റർ ബ്ലഡ് ഉണ്ടാകും അയാളുടെ ബോഡിയിൽ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആൻഡ് ഇത് നമ്മൾ ഒരു സാധാരണ അഡൾട്ടിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ഡേറ്റയാണ് ഈ പറഞ്ഞത്. സ്ത്രീകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അളവ് ഒരല്പം കുറവായിരിക്കും. കാര്യം എല്ലാ മാസവും പീരിയഡ് ബ്ലഡ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് 7% ഒന്നും സ്ത്രീകളിൽ ബ്ലഡ് ഉണ്ടാവില്ല. പക്ഷെ കുട്ടികളിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരല്പം കൂടുതലാണ്. കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ അവർക്കടെ ബോഡി വെയ്റ്റിൽ കുറച്ചധികം ബ്ലഡ് കാണാൻ പറ്റും. പക്ഷെ അവരുടെ അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് വീണ്ടും കുറഞ്ഞ് 7% ആയിട്ട് കുറയും. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഐഡിയ. ഇനി നമ്മൾ ഫങ്ഷൻസിലോട്ടാണ് പോകുന്നത്. ഏറ്റവും ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻറ്റേർണലിലുള്ള ആയിട്ടുള്ള സകല സാധനങ്ങളുടെ ഒരു ബാലൻസ്, ലൈക്ക് ഇലക്ട്രോലൈറ്റ്സ്, സോൾട്ട്, വാട്ടർ, ആസിഡ്സ്, ബേസ്, ഇതെല്ലാം കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരു ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആന്തരസമസ്ഥിതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. അപ്പോൾ സെല്ലിനകത്തുള്ള ആ ഒരു ബാലൻസ് കൊണ്ടുവരുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിന് തന്നെ ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ ക്യാരി ചെയ്ത് സെൽസിലോട്ട് കൊണ്ടുപോകും ബ്ലഡ്. ഓക്സിജനും ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ലിപ്പിഡ്, വിറ്റമിൻ പോലെയുള്ള സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് കേട്ടോ. അതെല്ലാം സെല്ലിലേക്ക് കൊണ്ടുപോകും. ഇനി അത് മാത്രമല്ല, സെല്ലിനകത്തുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ ലൈക്ക് നൈട്രേറ്റ്സോ ക്രിയാറ്റിനോ ന്യൂക്ലിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലിൽ നിന്ന് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗനിലേക്ക് എത്തിക്കാനുള്ള ജോലിയും ആരാ ചെയ്യുന്നുണ്ടായിരിക്കുക? അതും ബ്ലഡ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അത് മാത്രമല്ല, നമ്മളുടെ ബോഡിയിലുള്ള പലതരത്തിലുള്ള ഇൻ്റർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത് ബ്ലഡാണ്. ഇൻ്റർ സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 സെല്ലുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് സെൽസിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ 2-3 സെല്ലുകൾക്ക് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ബ്ലഡ് ത്രൂ സാധ്യമാകും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹോർമോൺസ് അത് എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ലൈക്ക് ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട് ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഹോർമോൺസ് എന്ന് പറയുന്നത് കെമിക്കൽസാണ്. അപ്പോൾ അതിന് വേറെ വഴിയില്ല ബോഡിയുടെ പല പല പാർട്സിലോട്ട് എത്താനായിട്ട്. അപ്പോൾ അവർ ഒബ്വിയസ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മുടെ ബ്ലഡിനെയാണ്. അങ്ങനെയാണ് അവർക്ക് ഉചിതമായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ആ ഒരു ഓർഗൻ്റെ അടുത്ത് എത്തുന്നത്.
ഇനി അത് മാത്രമല്ല നമ്മുടെ ബോഡിക്ക് പ്രൊട്ടക്ഷനും നമ്മുടെ ബോഡിയിലോട്ട് ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സേഫ്റ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബ്ലഡാണ്. ആൻഡ് ഇത് മാത്രമല്ലാതെ നമ്മുടെ ബോഡിയിൽ എപ്പോഴെങ്കിലുമൊക്കെ അണുക്കളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യുന്നതും അതിനെ ലൈക്ക് ഒന്ന് ചേർത്ത് നിൽക്കുന്നതും ഒക്കെ നമ്മുടെ ബ്ലഡ് തന്നെയാണ്. ബ്ലഡിൽ കൂടെ നമുക്ക് ഒരുപാട് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന ഒരു സെല്ല് ഗ്രൂപ്പിനെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ വൈറ്റ് ബ്ലഡ് സെൽസ് ഭൂരിഭാഗം പേര് നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി തരാൻ വേണ്ടിയിട്ടുള്ളവരാണ്. പിടികിട്ടിയോ? അപ്പോൾ ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള പ്രോട്ടീൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കുന്നതും ബ്ലഡ് തന്നെയാണ്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ ബോഡിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ചില മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകത്തില്ല, ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ മുറിവുണ്ടായി കുറച്ച് നേരം ബ്ലീഡ് ചെയ്യും, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്ലഡ് തനിയെ ക്ലോട്ട് ആകും. അപ്പോൾ അത് ബോഡി തന്നെ ഡെവലപ്പ് ചെയ്തൊരു മെക്കാനിസമാണ് ഈ ബ്ലഡ് ക്ലോട്ടിങ്. അതിനുശേഷം പിന്നീട് അത് മെല്ലെ മെല്ലെ ആ മുറിവ് കരിഞ്ഞുണങ്ങി സാധാരണ ഒരു അവസ്ഥയിലോട്ട് തിരിച്ചു വരും. അപ്പോൾ റിപ്പയറിങ് മെക്കാനിസം, അത് സെൽഫായിട്ടുള്ള റിപ്പയറിങ് മെക്കാനിസം ഒക്കെ ബ്ലഡ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് ഈ ക്ലോട്ടിങ് കാസ്കേഡ്. ക്ലോട്ടിങ് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനകത്ത് നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ബ്ലഡ് തന്നെ ചെയ്തോളും അല്ലേ. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മളുടെ ബ്ലഡിൻ്റെ ആ ഒരു ഫ്ലോ മെല്ലെ മെല്ലെ അങ്ങോട്ട് നിന്ന് പോകും അല്ലേ. നമ്മുടെ ബ്ലീഡിങ് ഒക്കെ മെല്ലെ അവസാനിക്കും. അങ്ങനെ പിന്നെ നമ്മൾ ഇനി അടുത്തത് ബ്ലഡിൻ്റെ കോമ്പോണൻസിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. ബ്ലഡിൻ്റെ കോമ്പോണൻസിനെ നമ്മൾക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പ്ലാസ്മയും ഫോംഡ് എലമെൻസും. പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, അതിനകത്ത് ഏകദേശം നമ്മുടെ ബ്ലഡിൻ്റെ ഒരു 55% ഒരു കോമ്പൗണ്ട് ആയിട്ടിരിക്കുന്നത് പ്ലാസ്മയാണ്. അത് നോൺ ലിവിങ് ആയിട്ടുള്ള എക്സ്ട്രാ സെല്ലുലർ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ബ്ലഡ് ഒരു ഫ്ലൂയിഡ് നേച്ചർ ഉള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു അല്ലേ. ബ്ലഡിന് ഫ്ലൂയിഡ് നേച്ചർ കൊടുക്കുന്നത് ഈ പ്ലാസ്മയാണ്. പ്ലാസ്മ ആക്ച്വലി ഫ്ലൂയിഡ് ലൈക്ക് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ പ്ലാസ്മയ്ക്കകത്ത് സെല്ലുകൾ ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ സെല്ലുകൾ ഇങ്ങനെ മിക്സപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെട്രിക്സ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. നമ്മുടെ ടോട്ടൽ ബ്ലഡിൽ 55% പ്ലാസ്മയെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫോംഡ് എലമെൻറ്റ്സ്, ദാറ്റ് മീൻസ് ബ്ലഡിനകത്തുള്ള സെൽസാണ്. അത് ഏകദേശം ബ്ലഡിൻ്റെ 45%-ഓളമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് നമ്മൾക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബ്ലഡ് കാണുമ്പോൾ റെഡ് കളറിലൊരു ഒരു ഫ്ലൂയിഡ് അത്രേ നമുക്ക് അറിയുള്ളൂ. അതിൽ പ്ലാസ്മയുണ്ടോ ഫോംഡ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലഡിന് ഒരു ചെറിയ ട്യൂബിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്പിൻ ചെയ്താൽ മതി. സ്പിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് കേട്ടിട്ടുണ്ടായിരിക്കും. സെൻട്രിഫ്യൂഗേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രിഫ്യൂജ് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിൽ ട്യൂബ്സ് ഉണ്ടായിരിക്കും. ആ ട്യൂബ്സിൽ നമ്മൾക്ക് ആവശ്യമുള്ള സാധനം ഒഴിച്ചു കൊടുക്കുക. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിനനുസരിച്ച് അത് സെപ്പറേറ്റ് ചെയ്ത് തരും. ലൈക്ക് വാഷിംഗ് മെഷീൻ അല്ലേ. വാഷിംഗ് മെഷീൻ ഇത്ര RPM കറങ്ങണം, അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്പെഷ്യലായിട്ടുള്ള amount of RPM ഇതും കറങ്ങുകയാണ്, ഈ മെഷീൻ കറങ്ങുകയാണ്. അപ്പോൾ മെഷീനിനകത്ത് നമ്മൾ ബ്ലഡ് വെച്ച് കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡിനകത്തെ കോമ്പണൻസും എല്ലാം സെപ്പറേറ്റ് ആയി വരും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ട്യൂബാണത്. ആ ട്യൂബിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഡെൻസിറ്റി കൂടിയ റെഡ് ബ്ലഡ് സെൽസ് ആയിരിക്കും. അതിന് തൊട്ട് മുകളിൽ ഒരു മഞ്ഞ കളറിൽ കൊടുത്തേക്കുന്നത് കണ്ടോ, അത് പ്ലാസ്മയായിരിക്കും. വലിയൊരു ലാർജ് ഏരിയ ആയിട്ട് കൊടുത്തേക്കുന്നത് അത് പ്ലാസ്മയായിരിക്കും. ആൻഡ് ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിലുള്ളൊരു ചെറിയ പോർഷനിലാണ് നമുക്ക് വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് ആ ഒരു ഏരിയനെ കണ്ടോ, ഈ മഞ്ഞയുടെയും റെഡിൻ്റെ ഇടയിലുള്ളൊരു ഏരിയ നിങ്ങൾ ചെറുതായിട്ട് ഒരു ബ്ലാങ്ക് പോലെ കണ്ടോ, അതിന് നമ്മൾ ബഫി കോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കുക. ബഫി കോട്ട് ഞാൻ പറഞ്ഞുതരാം അതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ആ ട്യൂബിനെ നമ്മൾ ഹെമാറ്റോക്രിറ്റ് ട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. സെൻട്രിഫ്യൂജിൽ വെച്ച് കൊടുക്കുന്ന ആ ട്യൂബിനെയാണ് നമ്മൾ ഹെമാറ്റോക്രിറ്റ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, സ്പിന്നിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സെൻട്രിഫ്യൂജ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ മെത്തഡോളജീസ്, പണ്ടത്തെ മെത്തഡോളജീസിലൊക്കെ യൂസ് ചെയ്യുന്ന ട്യൂബിനെയും നമ്മൾ ഹെമാറ്റോക്രിറ്റ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ടോപ്പ് ലെയറിൽ ഫോം ചെയ്യുന്നത് സൂപ്പർനെറ്റിൻ്റെതാണ് നമ്മൾ ടോപ്പ് ലെയറിനെ വിളിക്കുക, അത് പ്ലാസ്മയായിരിക്കും. ആൻഡ് സെഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെയർ, ദാറ്റ് ഈസ് റെഡ് ബ്ലഡ് സെൽസ് ആയിരിക്കും. ഇതിൻ്റെ ഇടയിലുള്ളൊരു മിഡിൽ ലെയർ കണ്ടോ, അതാണ് ബഫി കോട്ട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് വൈറ്റ് ബ്ലഡ് സെൽസും അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ബഫി കോട്ട് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അത് കൂടാതെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ബ്ലഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും മുകളിൽ പ്ലാസ്മ കിട്ടും. പ്ലാസ്മ നമ്മുടെ ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ടാണ്. അതിൽ കുറേ സോൾട്ട്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വിറ്റമിൻസ്, യൂറിയ, പ്രോട്ടീൻ, ഫാറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി അതിനിടയ്ക്കുള്ള ഒരു ലെയറുണ്ട്, അതാണ് ബഫി കോട്ട്. അവിടെ വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും കാണാം. വൈറ്റ് ബ്ലഡ് സെൽസ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കേണ്ടായിരിക്കുക. ഇനി റെഡ് ബ്ലഡ് സെൽസ് അത് ഓക്സിജൻ ഒക്കെ ക്യാരി ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരി ചെയ്യുക, അങ്ങനെയുള്ള ജോലികളാണ് റെഡ് ബ്ലഡ് സെൽസ് തരുന്നത്. ആൻഡ് ഇതിനെ പറ്റിയിട്ട് ഈ എല്ലാവരെ പറ്റിയിട്ടും നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കും കേട്ടോ. ഓക്കെ ആണോ?
നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്ലാസ്മയെ പറ്റിയിട്ടാണ്. പ്ലാസ്മ കഴിഞ്ഞ് നമ്മൾ ഓരോരോ സെൽസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ പ്ലാസ്മയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലാസ്മയിൽ കാണുക ഒരു 90 മുതൽ 92% വരെ വെള്ളമാണ്. അതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ 92 എന്നൊക്കെ ഉള്ളത് ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അതിൽ കൂടുതൽ എന്നുള്ള രീതിയിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏകദേശം ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാട്ടറാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി അത് മാത്രമല്ല, പ്ലാസ്മയിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസിനെ നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടത്. ഏകദേശം പ്ലാസ്മയുടെ 7% ഈ 92% വെള്ളം കഴിഞ്ഞാൽ ബാക്കിയുള്ള 7% ആര് തന്നെയാണ്? പ്രോട്ടീൻസ് തന്നെയാണ്. പലതരത്തിലുള്ള പ്രോട്ടീൻസിനെ കാണാം. ഫസ്റ്റ് പ്രോട്ടീനാണ് ആൽബുമിൻസ് എന്ന് പറയുന്നത്. 7% എന്ന് പറയുന്നതാണ് ഒരു പ്ലാസ്മയിലുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ്. അതിൽ 60% കാണുന്ന പ്രോട്ടീൻസും എന്ത് തന്നെയായിരിക്കും? ആൽബുമിൻസ് തന്നെയായിരിക്കും. നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഓസ്മോട്ടിക് ആയിട്ടുള്ള പ്രഷർ, പ്ലാസ്മയിലുള്ള ഓസ്മോട്ടിക് പ്രഷറൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ. മുട്ട വെള്ളക്കകത്തൊക്കെ കാണുന്നത് ഈ ആൽബുമിൻ തന്നെയാണ്. ഇനി അത് മാത്രമല്ല, ഫാറ്റി ആസിഡ്സിനെയും ചില ഡ്രഗ്, സ്റ്റെറോയിഡ് ഹോർമോൺ പോലെയുള്ള സാധനങ്ങളൊക്കെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അപ്പുറത്തോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാരിയർ മോളിക്യൂളായിട്ടും ആൽബുമിൻസിനെ നമ്മൾ കാണാറുണ്ട്. ഇനി രണ്ടാമത്തെ ആളുകളാണ് ഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. അവരുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അവർ ആൻറ്റിബോഡീസ് ആയിട്ട് വർക്ക് ചെയ്യും. ആൻറ്റിബോഡീസ് നമുക്കറിയാം, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അതൊരു പ്രോട്ടീനാണ്. ഗ്ലോബുലിൻ ഒരു ആൻറ്റിബോഡി ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില മിനറൽ സോൾട്ടുകൾ അതുപോലെ ചില ഹോർമോണുകളെയൊക്കെ ക്യാരി ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നതും ഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഗ്ലോബുലിൻസ് എന്ന് പറയാം, ഗ്ലോബുലിൻസ് എന്ന് പറയാം കേട്ടോ. ആ ഒരു പ്രോട്ടീൻ തന്നെയാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോഗ്ലോബുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോബുലിൻ എന്ന് പറയാം, ഗ്ലോബുലിൻസ് എന്ന് പറയാം. തൈറോഗ്ലോബുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. അതാണ് തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർക്കുക. പിന്നെ അത് മാത്രമല്ല, ചില പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള എൻസൈംസ് ഒക്കെ വർക്ക് ചെയ്യാതെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാനും ഈ ഒരു പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് നമ്മുടെ ട്രിപ്സിൻ്റെ ആക്ടിവിറ്റീസാണ്. ഏത് പ്രോട്ടീനാണെന്ന് ചോദിച്ചാൽ മാക്രോഗ്ലോബുലിൻ. മാക്രോഗ്ലോബുലിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്ലോബുലിൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ നമ്മുടെ ട്രിപ്സിൻ്റെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്ത് കളയും. പിടികിട്ടിയോ? പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ഇത് നമ്മളുടെ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ലാതെ നമ്മൾക്കിവിടെ ഇനോർഗാനിക് ആയിട്ടുള്ള സോൾട്ടുകൾ കാണാം. ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റ്സ്, കാൽസ്യം, സോഡിയം, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാൽസ്യം ഒക്കെ നമുക്കറിയാം, മസിലൊക്കെ കോൺട്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കാൽസ്യം വേണം. പിന്നെ നെർവ് ഇമ്പൾസസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് സോഡിയം വേണം, അല്ലേ? സോഡിയത്തിൻ്റെ ഇൻഫ്ലക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നെർവ് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇലക്ട്രോലൈറ്റുകളെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചില ന്യൂട്രിയൻസ് ഉണ്ട്, ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പോലെയുള്ള ന്യൂട്രിയൻസിനെ കാണാം. വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡൊക്കെ നമ്മുടെ ബ്ലഡിൽ നിന്ന് കിഡ്നിയിലോട്ട് അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിതിനകത്ത് ഇവരെ കാണാനായിട്ട് പറ്റും. ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഹോർമോൺസും കുറച്ച് ഗ്യാസസൊക്കെ നമുക്ക് ഈ പറഞ്ഞ പ്ലാസ്മയ്ക്കകത്ത് കാണാം. പിടികിട്ടിയോ? യെസ്. ഇനി നമ്മൾ അത്രയേ ഉള്ളൂ പ്ലാസ്മേനെ പറ്റി പഠിക്കാനായിട്ട്. ഇനി നമ്മൾ ഫോംഡ് എലമെൻസിനെ പറ്റി പഠിക്കാൻ വേണ്ടി പോവുക. ദാറ്റ് ഈസ് സെല്ലുലാർ കണ്ടന്റ് ഓഫ് ദ ബ്ലഡ്. എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ സെൽ പോർഷൻ, അതിനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. 3 ടൈപ്പ് സെൽസ് ഉണ്ട്. എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ ആർ ബി സിനെ നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് എന്ന് വിളിക്കാം. പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് ഉണ്ട്. ദെൻ ല്യൂക്കോസൈറ്റ്സ്, ദാറ്റ് മീൻസ് വൈറ്റ് ബ്ലഡ് സെൽസ്, WBC എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ വിളിക്കുക. ല്യൂക്കോസൈറ്റ്സ് 5 തരത്തിലുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസ് 5 തരത്തിലുണ്ട്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇത് ഓരോന്നിനെ പറ്റിയിട്ടും അവരുടെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലഡ് സെൽസിൻ്റെ സോഴ്സാണ്. നമ്മൾക്കുണ്ടല്ലോ ബ്ലഡിനകത്തുള്ള സെല്ലുകൾക്ക് അധികം ആയുസ്സൊന്നുമില്ല. ഇപ്പോൾ RBC തന്നെയാണെങ്കിൽ 120 ദിവസം അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് പ്രധാനമായിട്ടും നമ്മുടെ ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ബോൺ മാരോ ആണ്. അത് റെഡ് ബോൺ മാരോ ആണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കുന്നത്. ഇനി ചില സെൽസ് ഉണ്ട്, അതും വൈറ്റ് ബ്ലഡ് സെൽസിലെ ചില സെൽസാണ് ലിംഫോസൈറ്റുകൾ പോലെയുള്ളത്. അത് നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂവിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സ് ലിംഫോയിഡ് ടിഷ്യൂ ആണ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. പിടികിട്ടിയോ? അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പല ഓർഗൻസും പല സിസ്റ്റംസും ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നവരാണ്. അപ്പോൾ ആ സിസ്റ്റത്തിന് നമ്മൾക്ക് ഹെമാറ്റോപോയറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. നമ്മുടെ ബോഡിയിലുള്ള പല ഓർഗൻസും പല സിസ്റ്റംസും നമ്മൾക്ക് ബ്ലഡിൻ്റെ സെൽസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഹെമാറ്റോപോയറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ബ്ലഡ് സെല്ല് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെമാറ്റോപോയസിസ് എന്ന് കൂടെ പറഞ്ഞിട്ട് വിളിക്കും. ഹെമാറ്റോപോയസിസ് മിസ് ഇത് ഒരുപാട് തവണ
തവണ പറഞ്ഞിട്ടുണ്ട് ഹെമാറ്റോപോയസിസ് എന്നുള്ളത്, പക്ഷേ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി ഹെമാറ്റോലോജിക് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ സെൽസിനെ എടുത്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് ആണെന്ന് ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് എറിത്രോസൈറ്റ്സ്. പൊതുവെ ബൈക്കോൺകേവ് ആയിട്ടുള്ള ഷേപ്പിലിരിക്കുന്ന സെല്ലുകളാണ് എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. ബൈക്കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് വശവും അതിൻ്റെ ഒരു കൊയിൻ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് സൈഡ്സ് ഇല്ലേ, അതുപോലെ ഒരു സെൽ എന്ന് പറയുമ്പോഴും അതിന് രണ്ട് സൈഡ്സ് ഉണ്ട്. ആ രണ്ട് സൈഡും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുക. കോൺകേവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, അകത്തേക്ക് കുഴിഞ്ഞിരിക്കുക. അപ്പോൾ രണ്ട് സൈഡും, ഈ സെല്ലിൻ്റെ രണ്ട് സൈഡും കോൺകേവ് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ളൊരു സെല്ലാണ് റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. അവർക്ക് ന്യൂക്ലിയസ് ഇല്ല, അത് മാത്രമല്ല സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഓർഗനൽസ് ഒന്നും, ലൈക്ക് മൈറ്റോകോൺഡ്രിയ, റൈബോസോം പോലെയുള്ള ഓർഗനൽസ് ഇല്ലേ, അതൊന്നും അവർക്കില്ല. പക്ഷെ അവരിൽ കാണാൻ പറ്റുന്ന ഒരു മേജർ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളർ ബ്ലഡിന് കൊടുക്കുന്ന ഒരു പ്രോട്ടീനാണ്. ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന പ്രോട്ടീൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ഒരുപാട് നമുക്ക് റെഡ് ബ്ലഡ് സെൽസിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ റെഡ് ബ്ലഡ് സെൽസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഗ്യാസസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ പോലെയുള്ളതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക. പ്രധാനമായിട്ട് ഓക്സിജനാണ് കേട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് വളരെ തുച്ഛമായിട്ട് മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം കാർബൺ ഡൈ ഓക്സൈഡിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബ്ലഡ് അല്ലാതെ വേറെയും മെത്തേഡ്സ് ഉണ്ട്. ഇനി നമ്മുടെ ഹ്യൂമൻ എറിത്രോസൈറ്റ്സ്, ദാറ്റ് മീൻസ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7.5 മൈക്രോമീറ്റർ അതിൻ്റെ ഡയമീറ്റർ വരും, 2.6 മൈക്രോമീറ്റർ അതിന് വണ്ണം തിക്ക് വരും. പിന്നെ ആ റിമ്മ് പോർഷനിലാണ്, ദാറ്റ് മീൻസ് അറ്റത്താണ് കേട്ടോ 2.6 മൈക്രോമീറ്റർ തിക്നെസ് തോന്നുക. ആൻഡ് സെൻറ്ററിലോട്ട് വരുമ്പോഴേക്കും 0.8 മൈക്രോമീറ്റേഴ്സ് തിക്നെസ് മാത്രമേ ഉള്ളൂ. സെൻറ്ററിൽ ഭാഗം കുഴിഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് അവിടെ തിക്നെസ് കുറവുള്ളത്. പിടികിട്ടിയോ? ഓക്കെ, ഇനി നമ്മളുടെ ബൈക്കോൺകേവ് ആയിട്ടുള്ള ഷേപ്പ് എന്തുകൊണ്ടാണ് റെഡ് ബ്ലഡ് സെൽസിന് കൊടുത്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ബൈക്കോൺകേവ് ഷേപ്പ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഭയങ്കര തിന്നായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഗ്യാസസ് എളുപ്പത്തിൽ അകത്തേക്ക് കടക്കാനും ഗ്യാസസിന് എളുപ്പത്തിൽ പുറത്തോട്ട് പോകാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബൈക്കോൺകേവ് ഷേപ്പ് ബ്ലഡ് സെൽസിനകത്ത് റെഡ് ബ്ലഡ് സെൽസിന് കൊടുത്തേക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ സെൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സെൽ മെംബ്രെയിൻ അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കാപ്പിലറീസിൽ കൂടെ അവർക്ക് സ്ക്വീസ് ചെയ്ത് അങ്ങ് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. അല്ലാതെ ചെറിയ കാപ്പിലറീസിൽ അത് അവരങ്ങനെ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കത്തില്ല. പിടികിട്ടിയോ? നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ സാധാരണ കാണുന്ന എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBCയുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3.9 മുതൽ 5.5 മില്യൺ പെർ മൈക്രോ ലിറ്റർ ആണ് സ്ത്രീകളിൽ, 4.1 മുതൽ 6 മില്യൺ പെർ മൈക്രോ ലിറ്റർ ആണ് പുരുഷന്മാരിൽ. ഇതറിഞ്ഞു വെക്കണം. ഐദർ ഈ വാല്യൂ അറിഞ്ഞു വെക്കുക അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ നമ്പറിലുള്ള വാല്യൂ ഉണ്ട്, അത് അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ബൈക്കോൺകേവ് ഷേപ്പ് കാണിക്കുന്ന ഒരു പിക്ചറാണ് മിസ് ഇവിടെ വെച്ചേക്കുന്നത്. കണ്ടോ, സെൻറ്റർ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുക, സൈഡിലുള്ളതെല്ലാം ഇങ്ങനെ വെറുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പാണ് ആർക്കുള്ളത്. രണ്ട് സൈഡ്സിലും അങ്ങനെ തന്നെയാണ്, ലൈക്ക് ആൽഫൻ ലീബർ മിഠായി പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ നമുക്കിത് കണ്ടിട്ട്. അതുപോലത്തെ ഒരു ഷേപ്പാണ് കേട്ടോ RBCക്ക് ഉള്ളത്. ഓക്കെ, ഇനിയത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RBCയുടെ ലൈഫ് സ്പാനും അതുപോലെ ഫോർമേഷനോ പഠിക്കാൻ വേണ്ടി പോകുന്നത്. RBCകൾ പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് റെഡ് കളറിലെ ബോൺ മാരോയിലാണെന്ന് പറഞ്ഞു. ഈ റെഡ് ബോൺ മാരോ എന്ന് പറഞ്ഞാലല്ലേ പ്രധാനമായിട്ടും നമ്മുടെ നീളം കൂടിയ എല്ലുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറഗുലർ ആയിട്ടുള്ള ചില ബോണുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ബോൺസിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ബോൺ മാരോ ആണ് ഈ റെഡ് ബോൺ മാരോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ അവർ ഒറ്റയടിക്ക് അവിടെയുള്ള സെല്ലുകൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബോൺ മാരോൻ്റെ കേസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ എന്താ പറയുക സ്റ്റെം സെൽസ് പഠിച്ചപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റെം സെൽസ് ഉണ്ട് അവിടെ, അപ്പോൾ അവർ നമ്മൾക്ക് ഇഷ്ടമുള്ള സെൽസ് ഒക്കെ ആയിട്ട് മാറും എന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സ്റ്റെം സെൽസ് ആണ് ഈ RBC ഒക്കെ ആയിട്ട് മാറുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒറ്റ സ്റ്റെപ്പിൽ ഈ സ്റ്റെം സെൽസ് RBC ആയിട്ട് മാറുന്നെന്ന് വിചാരിക്കരുത്. ഒരുപാട് സ്റ്റെപ്പുകളിലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. ബ്ലഡിലോട്ട് ഈ സെല്ലുകൾ എത്തുന്നതിന് മുന്നേ ഇവരുടെ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ RBC ഭയങ്കര സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. ആൻഡ് RBCയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് സ്റ്റെം സെൽസിലാണ്. ആൻഡ് ഈ ഒരു RBC ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം 7 ദിവസം സമയം വേണം. ഉണ്ടാക്കാൻ 7 ദിവസം, ആയുസ് 120 ദിവസമാണ്. അപ്പോൾ ആ ഒരു RBC ഉണ്ടാക്കുന്ന പ്രോസസ്സിന് നമ്മൾ എറിത്രോപോയസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കംപ്ലീറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നതിന് ഹെമാറ്റോപോയസിസ്. ഇവിടെ എറിത്രോസൈറ്റ്സിനെ മാത്രമേ ഉണ്ടാക്കണുള്ളൂ, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിനെ മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ എറിത്രോപോയസിസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടാവുക. ഇനി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തുന്നുണ്ടായിരിക്കുക മെച്യൂർ അല്ലാത്ത സെൽസ് ആയിരിക്കും. ഓക്കെ, മെച്യൂർ അല്ലാത്ത RBCs ആയിരിക്കും. അതിന് നമ്മൾ റെറ്റിക്യുലോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ആ ഇമെച്യൂർ ആയിട്ടുള്ള സെൽസ് നമ്മുടെ ബോൺ മാരോന്ന്
ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നതുണ്ടല്ലോ, അതിനെ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കുക. എന്നിട്ടാണ് പിന്നീട് ഒരു 1 to 2 days നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് അത് സർക്കുലേറ്റ് ചെയ്ത് ഈ റെറ്റിക്കുലോസൈറ്റ്സ് ഇങ്ങനെ കറങ്ങി നടന്നിട്ടാണ് അവർ മെച്യൂർ ആയിട്ടുള്ള എറിത്രോസൈറ്റ്സ് ആയിട്ട് മാറുക. കാര്യം മനസ്സിലായോ? 7 ദിവസം ബോൺ മാരോയിൽ അതിനെ സൃഷ്ടിക്കാൻ ആവശ്യമുണ്ട്. അതിനുശേഷം റെറ്റിക്കുലോസൈറ്റ്സ് അതിനകത്ത് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുമ്പോൾ 2 ദിവസത്തോളം അത് നമ്മുടെ ബ്ലഡിൽ നടന്നിട്ടാണ് അത് എറിത്രോസൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അതിന് 120 ദിവസത്തെ ഐസ് കിട്ടും. 120 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഡെഡ് ആവും. പിടികിട്ടിയോ? അപ്പോൾ ഈ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ന്യൂക്ലിയസ് ഉണ്ട്. റെറ്റിക്കുലോസൈറ്റ് ആയിരിക്കുന്ന സമയത്ത് അതിൽ ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, 1-2 ദിവസം അത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കൂടെ കറങ്ങി നടക്കും. ആ ഒരു സമയം കൊണ്ടിട്ട് അവരുടെ ന്യൂക്ലിയസ് അവരുടെ ആ ഒരു സെല്ലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെല്ലുണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ട് ഡിവൈഡ് ചെയ്തൂടെ? ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയസ് നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് അതിന് ഡിവിഷൻ സാധ്യമാകാതെ വരുന്നത്. പിടികിട്ടിയോ? പിന്നെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോർമോൺ ഉണ്ട്, എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അയേൺ, ഫോളിക് ആസിഡ്, വിറ്റമിൻ B12 പോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ എന്തിനെ സഹായിക്കുന്നവരാണ്? ഈ എറിത്രോസൈറ്റ്സിന്റെ നിർമ്മാണത്തിൽ സഹായിക്കുന്നവരാണ്. അപ്പോൾ ചുമ്മാ ജസ്റ്റ് റിലീസ് ചെയ്ത് സെല്ലെത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണും അയോണും ഫോളിക് ആസിഡും വിറ്റമിൻ B12 ഒക്കെ നമ്മൾക്ക് ഈ RBCs ഉണ്ടാക്കാൻ വളരെ അത്യാവശ്യമായിട്ട് വേണം എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഈ എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ഹോർമോണാണ്. കിഡ്നീസാണ് അത് ഉണ്ടാക്കുന്നത്. ആൻഡ് നമ്മുടെ ഗ്ലോബിൻ ഉണ്ടല്ലോ, ഗ്ലോബിൻ, അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഈ ഒരു പ്രോട്ടീൻ ഈ ഒരു ഹോർമോൺ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ റെറ്റിക്കുലോസൈറ്റ്സ് എത്രയും പെട്ടെന്ന് മെച്യൂർ ആയിട്ടുള്ള എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBCs ആയിട്ട് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹോർമോൺ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിടികിട്ടിയോ? യെസ്. ഇനി നമ്മൾ ഫിസിയോളജിക്കലായിട്ടുള്ള RBCയുടെ നമ്പറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾക്ക് 7% ഉള്ളത്. പക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ RBCയുടെ കൗണ്ട് നമ്മുടെ ശരീരത്തിൽ ഭയങ്കര കൂടുതലാണ്. 8 to 10 മില്യൺ വരെ പെർ മില്ലിമീറ്ററിൽ നമുക്ക് ആരെ കാണാം? RBCനെ കാണാം. അത്രയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ളത്. പക്ഷെ അഡൾട്ടിലോട്ട് വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? അത് കുറഞ്ഞു പോകും. ഓക്കെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഉയരം കൂടിയ, ഓൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള സ്ഥലങ്ങൾ, ചൂട് കൂടുതലുള്ള സ്ഥലങ്ങൾ, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ RBCയുടെ കൗണ്ട് കൂടുതലായിരിക്കും. പക്ഷേ വുമൻസിൽ പൊതുവേ RBC കുറവാണ്. അത് ഏറ്റവും കൂടുതൽ കുറവായിട്ട് പ്രഗ്നൻസി സമയത്ത് കാണുക. അതുകൊണ്ടാണ് നമ്മൾ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് തന്നെ. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഉയരം കൂടുമ്പോൾ RBC കൂടും അല്ലേ? അതുപോലെ ഉയരം കുറയുമ്പോൾ RBC കുറയും കൂടെ ചെയ്യുന്നുണ്ട്. ഉയരം കൂടുമ്പോൾ ചായയുടെ സ്വാദ് കൂടുന്ന പോലെ തന്നെയാണ് RBCയും. ഉയരം കൂടുമ്പോൾ RBCയുടെ കൗണ്ട് കൂടും, ഉയരം കുറയുമ്പോൾ RBCയുടെ കൗണ്ട് കുറയും. അങ്ങനെ. ഓക്കെ. ഇനി മേജറായിട്ടുള്ള ഒരാളെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഹീമോഗ്ലോബിൻ, HB എന്ന് പറയും. നമ്മൾ RBCയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റ് ആണ് ഈ HB എന്ന് പറയുന്നത്. നമ്മളുടെ ലങ്സിൽ നമ്മൾ ശ്വസിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഓക്സിജനെ അവിടെ തന്നെ വെക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിയുടെ പലയിടങ്ങളിലുള്ള ടിഷ്യൂസിലോട്ടും പലയിടങ്ങളിലുള്ള സെൽസിലോട്ടൊക്കെ നമ്മൾ അത് എത്തിക്കണം. അത് എത്തിക്കുന്നത് ഇവനാണ്, ഈ ഹീമോഗ്ലോബിനാണ്. ഇവനൊരു പ്രോട്ടീനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ടിഷ്യൂസിനകത്തൊക്കെ നമ്മൾ ഈ ഓക്സിജൻ കൊണ്ട് ചെല്ലുമ്പോൾ ടിഷ്യൂസ് നിറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ടിഷ്യൂസിൽ നിലനിർത്താൻ പറ്റില്ല. അതിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ലങ്സിൽ കൊടുത്താലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശ്വാസം പുറത്തോട്ട് വിട്ട് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സെല്ലിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ലങ്സിലോട്ട് എത്തിക്കുന്നതും പിന്നീട് എക്സൈൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതൊക്കെ ഈ ഹീമോഗ്ലോബിനാണ് എന്ന് വേണം പറയാനായിട്ട്. സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള അഡൾട്ട് മെയിലിൻ്റെ ബോഡിയിൽ, പുരുഷന്മാരുടെ ബോഡിയിൽ ഏകദേശം 13 മുതൽ 18 ഗ്രാം പെർ 100 ml ഓഫ് ബ്ലഡ് നമുക്ക് ഹീമോഗ്ലോബിൻ കാണാൻ പറ്റും. ഒരു 100 ml ബ്ലഡ് എടുത്താൽ അതിൽ 13 മുതൽ 18 ഗ്രാം വരെ എന്തുണ്ട്? പുരുഷന്മാരിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. പക്ഷെ അത്രയും സ്ത്രീകളിൽ കാണാൻ പറ്റില്ല. 11.5 മുതൽ 16.5 ഗ്രാം വരെയാണ് 100 ml ബ്ലഡ് സ്ത്രീകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവരിൽ കാണാൻ പറ്റുക. ഈ 11.5 പോലും ഇല്ലാത്ത സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരു ഉദാഹരണമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് സ്റ്റോറി പറഞ്ഞില്ലായിരുന്നു, ഒരിക്കൽ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോൾ അതിന് എനിക്ക് 10 പോലും ഇല്ല എൻ്റെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രയുണ്ട്? കമൻറ്റ് ബോക്സിൽ പറയട്ടോ ഓരോരുത്തരുടെയും ഹീമോഗ്ലോബിൻ കൗണ്ട് എത്രയുണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ മോളിക്യൂൾസ് ഭയങ്കര ലാർജ് ആൻഡ് കോംപ്ലക്സ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് 2 സാധനങ്ങൾ ചേർത്തിട്ടാണ്, ഹീമും ഗ്ലോബിനും. ഹീം എന്ന് പറഞ്ഞാലില്ലേ, അത് അയേൺ കണ്ടെയ്നിങ് ഒരു കോമ്പൗണ്ടാണ്. അയേൺ ആയിരിക്കും അതിൽ നിറച്ച്. നമ്മൾ ബ്ലഡ് എപ്പോഴെങ്കിലുമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് അയേണിൻ്റെ ഒരു രുചി തോന്നിയിട്ടുണ്ടായിരിക്കും. അതിന് കാരണം ഹെയിം ഉള്ളത് കൊണ്ടിട്ടാണ്, ഹെയിമിനകത്ത് അയൺ ഉള്ളത് കൊണ്ടിട്ടാണ്. പിടികിട്ടിയോ? അപ്പോൾ ഹെയിം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അയൺ ഉപയോഗിച്ചിട്ടാണ്. പ്രധാനമായിട്ടും അയണാണ്, ഫെറസ് ഫോമിലിരിക്കുന്ന അയൺ. അത്
മാത്രമല്ല പോർഫൈറിനും കൂടെ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 4 പോളിപെപ്റ്റൈഡ് ചെയിനുകളാണ് ഉള്ളത്. അതിനകത്ത് 2 എണ്ണം ആൽഫ എന്നും 2 എണ്ണം ബീറ്റ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇനി ഒരു എച്ച് ബി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 യൂണിറ്റ് ഹെയിം ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ഒരുമിച്ച് വെച്ചിരിക്കുക, 4 എണ്ണത്തിനെ ഒരുമിച്ച് വെച്ചിരിക്കുക. അതിന് ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൽഫ ബീറ്റ ചെയിനുകളുണ്ടല്ലോ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. പിടികിട്ടിയോ? യെസ്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ ഒരു യൂണിറ്റ് ഹെയിം ഒരു മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 4 ഹെയിം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഓക്സിജനെ കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും? 4 മോളിക്യൂൾസ് ഓക്സിജനെ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് ഒരേ സമയം 4 മോളിക്യൂൾ ഓക്സിജനുകളെ കൊണ്ടു നടക്കാനുള്ള ശേഷിയുണ്ട്. പിടികിട്ടിയോ? ഇനി ഒരു RBCക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 280 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസാണ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ RBCകൾക്ക് ഏകദേശം 1 ബില്യണിൽ കൂടുതൽ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വേണം പറയാൻ ഒരു RBCക്ക്. അപ്പോൾ അത്രയും മോളിക്യൂളുകളുടെ ട്രാൻസ്പോർട്ടേഷൻ സ്ഥിരമായിട്ട് നമ്മുടെ ബോഡിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുക. പിടികിട്ടിയോ? ഇനി ഹീമോഗ്ലോബിൻ എപ്പോഴെങ്കിലുമൊക്കെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ നമ്മളതിനെ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അല്ല, ഓക്സിജൻ വിട്ട് കഴിയുമ്പോൾ നമ്മളതിനെ ഡിയോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കുക. ഇനി കാർബൺ മോണോക്സൈഡായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ നമ്മളതിനെ എന്താ പറയുക, കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കും. കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്താൽ കാർബമിനോ ഹീമോഗ്ലോബിൻ, കാർബൺ മോണോക്സൈഡായിട്ട് കമ്പൈൻ ചെയ്താൽ കാർബമിനോ ഹീമോഗ്ലോബിൻ. ഞാനിവിടെ വെച്ചേക്കുന്നത് ആ ഹീമോഗ്ലോബിൻ്റെ പിക്ചറാണ്. അന്ന് അടുക്കുള്ള ഒരു പോർഷൻ കണ്ടോ, FE എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, അതാണ് ഹെയിം. അതിൻ്റെ സൈഡിലോട്ട് പോയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കാലുകൾ പോലെ കൊടുത്തേക്കുന്നതാണ് അതിൻ്റെ ചെയിനുകൾ, പോളിപെപ്റ്റൈഡ് ചെയിനുകൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൽഫ 1-2 ബീറ്റ 1-2 എന്ന് ലേബൽ ചെയ്തേക്കുന്നത്. ആൽഫ 1-2 എന്ന് പറഞ്ഞാൽ ആൽഫ 2 ചെയിനുകൾ, ബീറ്റ 1-2 എന്ന് പറഞ്ഞാൽ ബീറ്റയുടെ 2 ചെയിനുകൾ. പിടികിട്ടിയോ? യെസ്. ഇനി നമ്മൾ ഈ ഹീമോഗ്ലോബിൻ്റെ പല ടൈപ്സാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പല ടൈപ്പ് ഹീമോഗ്ലോബിൻ ഉണ്ട്. ഫീറ്റൽ ഹീമോഗ്ലോബിൻ, അതിനെ നമ്മൾ HbF എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഓക്കെ, ഫീറ്റൽ ഹീമോഗ്ലോബിനെ HbF എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അവരിൽ കാണാൻ പറ്റുന്നത് 4 ചെയിൻ തന്നെയാണ് പോളിപെപ്റ്റൈഡിനെ. പക്ഷെ നമ്മളിലുള്ളത് പോലെ 2 ആൽഫയും 2 ബീറ്റയും അല്ല, അവരിലുള്ളത് 2 ആൽഫയും 2 ഗാമയാണ്. പിടികിട്ടിയ? യെസ്. ആൻഡ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച് ഏകദേശം ഒരു 7 മാസത്തോളം 6-7 മാസത്തോളം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഹീമോഗ്ലോബിനായിരിക്കും അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് അവർ ജനിക്കുന്നതിന് മുന്നേ അമ്മയുടെ വൂമ്പിലായിരുന്നപ്പോൾ, യൂട്രസിലായിരുന്ന സമയത്തും ഏകദേശം ഇതേ ഹീമോഗ്ലോബിൻ തന്നെയാണ് അവരിൽ കണ്ടിരുന്നത്. ദാറ്റ് മീൻസ് അവർ ജനിക്കുന്നതിന് മുന്നും ജനിച്ച് ഏകദേശം 6-7 മാസങ്ങൾക്ക് ആ മാസങ്ങളുടെ ഒരു കാലയളവ് വരെ അവരിൽ ഈ ഫീറ്റൽ ഹീമോഗ്ലോബിനാണ് ഉണ്ടാവുക. ഇനി അഡൾട്ട് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ സാധാരണ HB എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുക. HbA എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട്. അതിൽ HbA2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട്. HbA എന്ന് പറഞ്ഞാൽ അതിൽ 2 ആൽഫയും 2 ബീറ്റയും ആണ്, ഏകദേശം 95%. HbA2 എന്ന് പറഞ്ഞാൽ 2 ആൽഫയും 2 ഡെൽറ്റയുമാണ്, അത് 1.5 മുതൽ 3%. കാര്യം മനസ്സിലായോ? അഡൾട്ട് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ HB, അതിൽ HbA ഉണ്ട്, HbA2 ഉണ്ട്. HbA എന്ന് പറഞ്ഞാൽ 2 ആൽഫയും 2 ബീറ്റ ചെയിനുകളുമാണ്, 95% അത് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ. HbA2 എന്ന് പറഞ്ഞാൽ 2 ആൽഫയും 2 ഡെൽറ്റയുമാണ്, അത് 1.5 മുതൽ 3% വരെ. ഇനി നമ്മുടെ അഡൾട്ട് ഹീമോഗ്ലോബിൻസിലും വളരെ കുറച്ച് എമൗണ്ടിൽ, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിൽ ഫീറ്റൽ ഹീമോഗ്ലോബിൻ കാണാൻ പറ്റും. ദാറ്റ് മീൻസ് 2 ആൽഫയും 2 ഗാമയുമുള്ള ആ ഒരു ഫീറ്റൽ ഹീമോഗ്ലോബിനെയും കൂടെ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിൽ കാണാൻ പറ്റും എന്നുള്ളത് ഓർക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇനി RBCയുടെ റീസൈക്ലിംഗ്. നമ്മളുടെ ഈ എറിത്രോസൈറ്റ്സിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ ഉണ്ടല്ലോ, അതിൻ്റെ എൻഡായി കഴിയുമ്പോഴത്തേക്കും ഈ HB ഒക്കെ എന്ത് ചെയ്യുന്നറിയോ, അതിങ്ങനെ പൊട്ടും, നശിക്കും. ഓക്കെ, എന്നിട്ട് നശിച്ചിട്ട് ഈ ഒരു സെല്ലിൽ നിന്ന് അത് നശിക്കുന്നത്, പക്ഷെ നശിച്ചിട്ട് അത് ഹീമും ഗ്ലോബിനുമായിട്ട് മാറും. എന്നിട്ട് അത് പിന്നെ നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. എന്നതിനാണെന്നറിയാമോ? പുതിയ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC ഉണ്ടാക്കാൻ. അപ്പോൾ എറിത്രോസൈറ്റ്സിൻ്റെ ജീവിതം കഴിയാറാകുമ്പോഴത്തേക്ക് അത് പൊട്ടി നശിച്ച് അതിനകത്തുള്ള കോമ്പോണൻറ്റ്സ്, പ്രത്യേകിച്ച് ഹീമോഗ്ലോബിനൊക്കെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഹീമും ഗ്ലോബിനൊക്കെ ആയിട്ട് മാറും. എന്നിട്ട് അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റീയൂസ് ചെയ്യുന്നത്? പുതിയ എറിത്രോസൈറ്റുകളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് റീയൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഹീം ഉണ്ടാക്കുന്നുള്ളത്, ഹീം ഉണ്ടാകുമ്പോൾ അതിന് അയൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതിനെ ക്യാരി ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കും. ബ്ലഡിൽ നിന്ന് അത്
നമ്മുടെ ബോഡിയിലുള്ള പല പല ടിഷ്യൂസിലോട്ട് എത്തിക്കും. അതിനങ്ങനെ ക്യാരി ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീൻ്റെ പേരാണ് ട്രാൻസ്ഫെറിൻ. അപ്പോൾ നമ്മൾക്ക് ഒരു HB പൊട്ടുമ്പോൾ അല്ലെങ്കിൽ HB ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അയേണിനെ ക്യാരി ചെയ്യുന്നത് ട്രാൻസ്ഫെറിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. അത് നമ്മുടെ ബ്ലഡിലെത്തിയിട്ട് പല പല ടിഷ്യൂസിലോട്ട് പോകും. പ്രത്യേകിച്ച് ബോൺ മാരോ, ലിവർ പോലെയുള്ള സെൽസിലോട്ടൊക്കെയാണ്, ടിഷ്യൂസിലോട്ടൊക്കെയാണ് അത് പോകുന്നത്. ഇനി പോർഫൈറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതും ഹെയിം റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ റിലീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയിം ഉണ്ടാക്കിയിരിക്കുന്നത് അയേണും പോർഫൈറിനും യൂസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഹെയിം പുറത്തോട്ട് റിലീസ് ചെയ്യുമ്പോൾ HB പൊട്ടി ഹീം പുറത്തോട്ട് റിലീസ് ചെയ്യുമ്പോൾ അയൺ ഉണ്ട്, അതിനിപ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോയി. പിന്നെ പോർഫൈറിൻ ഉണ്ടല്ലോ, അതും റിലീസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. പക്ഷേ ഈ പോർഫൈറിൻ അങ്ങനെ ഇരിക്കത്തില്ല. അത് നമ്മുടെ ബോഡിയിൽ ഒരു യെല്ലോ കളറിലെ പിഗ്മെൻ്റ് ആയിട്ട് മാറും. അതിനെയാണ് ബിലിറൂബിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഫീക്കസിനൊക്കെ യെല്ലോ കളർ കൊടുക്കുന്നത് ഈ ബിലിറൂബിൻ്റെ അംശമുള്ളത് കൊണ്ടിട്ടാണ്. ബിലിറൂബിൻ കൂടിപ്പോയി കഴിഞ്ഞാലാണ് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും മഞ്ഞപ്പിത്തം പോലെയുള്ള അവസ്ഥകളിലോട്ടൊക്കെ നമ്മൾ എത്തുന്നതും. ഓക്കെ, ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻസോല്യബിൾ ആയിട്ടുള്ളൊരു അൺകോൺജുഗേറ്റഡ് ഫോമിലിരിക്കുന്ന ഒരു സാധനമാണ്. അതിനെ ലിവർ സെൽസ് എടുക്കും. ലിവർ സെൽസ് അതിനെ എന്നിട്ട് സോല്യബിൾ ആയിട്ടുള്ള ഫോമാക്കി മാറ്റും. സോല്യബിൾ ഫോമിനെ നമ്മൾ കോൺജുഗേറ്റഡ് ഫോം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് അതിനെ ബൈലായിട്ട് ലിവർ ആയിരിക്കും കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ബിലിറൂബിൻ ശരിക്കും ഇൻസോല്യബിൾ ആയിട്ടുള്ള അൺകോൺജുഗേറ്റഡ് ഫോമിലിരിക്കുന്നതാണ്. അത് ലിവർ എടുത്ത് സോല്യബിൾ ആയിട്ടുള്ള കോൺജുഗേറ്റഡ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്ത് ബൈലാക്കി മാറ്റും. ആൻഡ് ഇൻറ്റസ്റ്റൈനിൽ നമ്മൾക്ക് ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിനെ ഒരുപാട് കാണാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ. ആൻഡ് ഈ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറൂബിൻ ഉണ്ടല്ലോ, അത് ബാക്ടീരിയകളുടെ സഹായത്തോട് കൂടിയിട്ട് അതിനെ നമ്മൾ സ്റ്റെർക്കോബിലിനോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സ്റ്റെർക്കോബിലിനോജൻ ആണ് നമ്മളുടെ ഫീക്കസിന് ഒരു യെല്ലോ ഷെയ്ഡ് ടു ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെ കൊടുക്കുന്നത്. കൂടുന്നതിനനുസരിച്ച് കളർ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി കുറച്ചൊക്കെ ഈ സ്റ്റെർക്കോബിലിനോജൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലോട്ട് എടുക്കും, എന്നിട്ട് അത് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് യൂറിന് ചെറിയ തോതിൽ മഞ്ഞ കളർ ഉള്ളത്. അപ്പോൾ യൂറിനിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ സ്റ്റെർക്കോബിലിനോജൻ എന്നല്ല വിളിക്കുക, അതിന് നമ്മൾ യൂറോബിലിനോജൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കുക. ആൻഡ് യൂറോബിലിനോജൻ എന്ന് പറയുന്നത് എയറുമായിട്ട് എപ്പോഴെങ്കിലും കോണ്ടാക്റ്റിൽ വന്നാൽ അപ്പം തന്നെ യൂറോബിലിൻ ആയിട്ട് മാറും. മനസ്സിലായോ? ബിലിറൂബിനെ നമ്മൾ കോൺജുഗേറ്റഡ് ആക്കി ലിവറിൽ വെച്ചിട്ട്. അതിനെ പിന്നീട് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ സ്റ്റെർക്കോബിലിനോജനായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫീക്കസിന് ബ്രൗൺ ടു യെല്ലോ കളർ കൊടുക്കുന്നത്. അതെങ്ങനെയാണ് സ്റ്റെർക്കോബിലിനോജനായിട്ട് മാറിയത്? ബാക്ടീരിയയുടെ സഹായത്തോട് കൂടിയിട്ടാണ് മാറിയത്. ആൻഡ് ഈ സ്റ്റെർക്കോബിലിനോജനിൽ കുറച്ചൊക്കെ നമ്മൾ ബ്ലഡിലോട്ട് എടുക്കും, എന്നിട്ട് അതിനെ നമ്മൾ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് യൂറിന് മഞ്ഞ കളർ കിട്ടുക. പക്ഷേ യൂറിനിലുള്ള സ്റ്റെർക്കോബിലിനോജനെ നമ്മൾ അങ്ങനെയല്ല വിളിക്കുക, നമ്മളതിനെ യൂറോബിലിനോജൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. പക്ഷേ യൂറോബിലിനോജൻ എപ്പോഴെങ്കിലും എയറുമായിട്ട് കോൺടാക്റ്റിൽ വന്നാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? യൂറോബിലിൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടാവുക. പിടികിട്ടിയോ? യെസ്, ഇത്രയേ ഉള്ളൂ. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതായിരുന്നു. എനിവേ ഒരുപാട് അറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ ഇത്രയേ പഠിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് വി ഹാവ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് RBC. ഇനി WBCയും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. WBC ഇൻ ഡീറ്റെയിൽ നമ്മൾക്ക് എല്ലാ ടൈപ്സ് ഉണ്ടല്ലോ, 5 ടൈപ്സ്, അതൊക്കെ പഠിക്കണം. ഇപ്പം തന്നെ ഓൾറെഡി എനിക്കൊന്ന് 30 മിനിറ്റോളം ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 30 മിനിറ്റ് ഇനിയും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. കോമ്പോണൻസ് ഓഫ് ബ്ലഡിൻ്റെ ഏറ്റവും ആദ്യത്തെ ഐഡിയ, പ്ലാസ്മ, റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മളിന്ന് ഫിനിഷ് ചെയ്തത്. പ്ലേറ്റ്ലെറ്റ്സും വൈറ്റ് ബ്ലഡ് സെൽസും നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഫിനിഷ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID ഉണ്ട്, സോഷ്യൽ മീഡിയ IDs ഒക്കെ ഉണ്ട്, അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലഡിൻ്റെ കോമ്പോസിഷനിൽ പകുതിയോളം പഠിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ രണ്ടാൾക്കും ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. സെറ്റിന് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സെറ്റ് എക്സാം അടുത്തു, അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ സ്റ്റേർനെസ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്താലോ. ഇന്നിപ്പം ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. അഗെയിൻ പറയുന്നു, ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഷോർട്സ് ആണ്. 9 മണിക്കാണ് നമ്മുടെ ചാനലിൽ അത് വരുന്നുണ്ടായിരിക്കുക. എല്ലാവരും അതെന്ത് ചെയ്യുക, ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സെറ്റിൽ വരുന്നുണ്ട്, നമ്മൾ അറിയാത്തത് കൊണ്ടിട്ടാണത്. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കൂടെ കിട്ടും. അപ്പം ഷോർട്സും കൂടെ കാണുക. ആൻഡ് ലൈക്ക് കീപ് സപ്പോർട്ടിങ്. ഇത്രയും നേരം വീഡിയോ കണ്ടതിനും കേട്ടതിനും ഒക്കെ ഒരുപാട് നന്ദി. ഞാൻ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.